Hi, good morning students. How are you? I hope all are fine and I'm also fine. Okay, all of you take your IT textbook. Then your next third lessons, next topic. Which is the page number? Do you remember? Page number 32. 31st page we discuss the identifying the parts of the window. Identify the parts of the window. ഈ parts of the window ഈ partsന്റെ പേരുകൾ 5 times എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. And do you remember that? And did you notice that parts? ഓരോ ഭാഗങ്ങളും ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും പേരുകൾ എന്താണ്, ആ വിൻഡോ എന്താണ്, വിൻഡോയിലെ ഓരോ ഭാഗവും ഓരോ ബട്ടൺസിൻ്റെയും പേരുകൾ ഷോ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് മറക്കാതിരിക്കുക. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ്. ദെൻ നെക്സ്റ്റ് 32nd പേജ് അല്ലേ, പേജ് നമ്പർ 32 ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. പേജ് നമ്പർ 32ൽ വി ഡിസ്കസ് അബൌട്ട് സന അല്ലേ. സന ഒരു ഷോർട്ട് പോയം എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. ആൻഡ് she typed it in her system, and here we want to discuss how she saved it. എങ്ങനെയാണ് സന അത് സേവ് ചെയ്തത് അല്ലേ. ലിറ്റിൽ തിങ്സ് ഈസ് ദ പോയം. ദർ ഇസ് ദ വിൻഡോ അല്ലേ. നിങ്ങളെ പേജിൽ കാണാൻ പറ്റും ആ വിൻഡോയിൽ അവൾ ടൈപ്പ് ചെയ്തത് അല്ലേ. ലിറ്റിൽ തിങ്സ് എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദർ ഇസ് ആൻ അണ്ടർലൈൻ ഓൾസോ അല്ലേ. ആൻഡ് ദാറ്റ്സ് എ പോയം written by Sana. Sana's poem document in Microsoft Word. Microsoft Wordലെ ഡോക്യുമെൻ്റ് ആയിട്ടാണ് അവളത് ടൈപ്പ് ചെയ്തത്. അതായത് മൈക്രോസോഫ്റ്റ് വേർഡിൽ നമ്മൾ എന്ത് ചെയ്താലും എന്ത് ടൈപ്പ് ചെയ്താലും that become a document അല്ലേ. അതായത് വാട്ട് എവർ വി ടൈപ്പ് അല്ലേ, നമ്മൾ എന്ത് ടൈപ്പ് ചെയ്തോ that become a document. Here Sana typed a short poem and that's her document. And how she saved it, that we will discuss in here. Click on the file tab. ആദ്യം സന എവിടെയാണ് ക്ലിക്ക് ചെയ്തത്? സന ക്ലിക്ക് ഓൺ ദി ഫയൽ ടാബ്. എവിടെയാണ് ക്ലിക്ക് ചെയ്തത്? ഫയൽ ടാബ് കേട്ടോ. ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്തു. സന ക്ലിക്ക് ഫയൽ ടാബ്. Then file tab has so many options അല്ലേ. ഫയൽ ടാബിലുള്ള ഓപ്ഷൻസ് ഒക്കെ അറിയാലോ. Which are the options? ന്യൂ അല്ലേ, ന്യൂ പേജ് എടുക്കണമെങ്കിൽ നമ്മൾ ഫയൽ ടാബിലാണ് പോവുക. ന്യൂ അല്ലേ. ദെൻ ഓപ്പൺ, സേവ് ചെയ്ത് വെച്ച ഫയലുകളെ ഓപ്പൺ ചെയ്യാൻ നമ്മൾ ഫയൽ ടാബിലല്ലേ പോവുക. അതെ, യെസ്. പിന്നെ സേവ് ചെയ്യണമെങ്കിൽ സേവ് ആസ്, പ്രിന്റ് അല്ലേ, ഇതെല്ലാം നമുക്ക് ഫയൽ ടാബിലാണുള്ളത്. അതായത് സം മെയിൻ ഓപ്പറേഷൻസ് ആർ ഡൺ ത്രൂ ദിസ് ഫയൽ ടാബ്. അപ്പോൾ നമ്മൾ ഫയൽ ടാബിൽ സേവ് ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ സന എവിടെയാണ് ക്ലിക്ക് ചെയ്തത്? സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. സേവ് ഓർ സേവ് ആസ് ഓപ്ഷൻ. ദെൻ ദർ ഓപ്പൺ എ സേവ് പാൻ അല്ലേ. സേവ് ചെയ്യാനുള്ള ഒരു പാൻ. നമുക്ക് ഫയൽ നെയിം കൊടുക്കണം. ഇപ്പോൾ സനയ്ക്ക് സനയുടെ പേര് കൊടുക്കാം. നമ്മൾ ടൈപ്പ് ചെയ്താൽ നമുക്ക് നമ്മുടെ പേര് തന്നെ കൊടുത്തിട്ട് ടൈപ്പ് ചെയ്യാം. അപ്പോൾ സന എന്ത് ചെയ്തു? ആ സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ആൻഡ് ദെൻ ഓപ്പൺ ദ സേവ് ടാബ്. ദെൻ ക്ലിക്ക് ദി ബ്രൗസ് ബട്ടൺ. അവിടെ ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ്, അല്ലെങ്കിൽ then she say click on the browse button. Okay, browse button. Click on the browse button. Browse button click cheyu. And after that save as dialog box open ചെയ്തു വന്നു അല്ലേ. save as dialog box അവിടെ ഓപ്പൺ ചെയ്തു വന്നു. then file name ടൈപ്പ് ചെയ്തു. എന്താണ് സന ടൈപ്പ് ചെയ്തത്? ലിറ്റിൽ തിങ്സ്. ലിറ്റിൽ തിങ്സ് എന്നാണ് സനയുടെ
കവിതയുടെ പേര്. അപ്പോൾ സന ലിറ്റിൽ തിങ്സ് ടൈപ്പ് ചെയ്തു അല്ലേ. ദെൻ ക്ലിക്ക് ഓൺ സേവ് ബട്ടൺ. ടൈപ്പ് ദി നെയിം ടൈപ്പ് ചെയ്തു. എവിടെ സേവ് ആസ് ഡയലോഗ് ബോക്സിൽ ടൈപ്പ് ദി നെയിം. ഫയൽ നെയിമിൽ നെയിം കൊടുത്തതിന് ശേഷം എന്ത് ചെയ്തു? സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മുടെ സനയുടെ പോയം എന്തായി? സേവ് ആയി അല്ലേ. ഇനി അവൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ സേവ് ഡോക്യുമെന്റ് ഇൻ 2016 വേർഡ് 2016 അല്ലേ. ഇവിടെ ഫയൽ ടാബ് ഫസ്റ്റ് ക്ലിക്ക് ഓൺ ഫയൽ ടാബ്. സന എവിടെയാണ് ആദ്യം ക്ലിക്ക് ചെയ്തത്? ക്ലിക്ക് ഓൺ ഫയൽ ടാബ്. ഫയൽ ടാബിൽ നിന്ന് സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ദെൻ ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ സേവ് ആസ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് വന്നു. അവിടെ ഫയൽ നെയിം കൊടുത്തു. ദെൻ സേവ്. ഓക്കെ, ദെൻ ഓപ്പൺ എ ഡോക്യുമെന്റ്. എന്തിനാണ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നത്? സേവ് ചെയ്ത് വെച്ച ഫയലിനെ വീണ്ടും നമുക്ക് ഷോ ചെയ്യാനാണ്, അല്ലെങ്കിൽ വീണ്ടും നമുക്ക് കാണണമെങ്കിൽ ഓപ്പണിൽ ക്ലിക്ക് ചെയ്യണം അല്ലേ, അതായത് ഓപ്പൺ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാം? ഓപ്പൺ ചെയ്യാൻ എവിടെ തന്നെയാണ് നമുക്ക് പോകേണ്ടത്? ഫയൽ ടാബ് അല്ലേ. ക്ലിക്ക് ഓൺ ഫയൽ ടാബ്. ക്ലിക്ക് ഓൺ ഫയൽ ടാബ്. ഫയൽ ടാബിൽ തന്നെയാണ് എന്തുള്ളത്? ഓപ്പൺ ഉള്ളത് അല്ലേ. ഓപ്പൺ ഓപ്ഷൻ. ക്ലിക്ക് ഓൺ ഫയൽ ടാബ്, ഓപ്പൺ ഓപ്ഷൻ. ഓക്കെ, ദെൻ ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓപ്പൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ, ഓപ്പൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് സനയുടെ കവിത സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റിൻ്റെ പേരെന്താണോ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ഓൺ ഓപ്പൺ ബട്ടൺ. സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ബ്രൗസ് ബട്ടൺ ഉണ്ട്. ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് MS Word 2016. ഓക്കെ, ബ്രൗസ് ബട്ടൺ. ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. വിൻഡോയിൽ നിങ്ങളുടെ ഡോക്യുമെന്റിന്റെ പേര് സെലക്ട് ചെയ്യാം അല്ലേ. സെലക്ട് ദ നെയിം. നിങ്ങളുടെ ഡോക്യുമെന്റിന്റെ പേര് സെലക്ട് ചെയ്യുക. സന ലിറ്റിൽ തിങ്സ് ക്ലിക്ക് ചെയ്തു. ദെൻ ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ഓപ്പൺ. ഓക്കെ, and these are the two options that we want to discuss, that is save a document. Here Sana saved her document by using save document option by clicking file tab. ആദ്യം file tab ൽ ക്ലിക്ക് ചെയ്തു, save ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. then save ഓപ്ഷനിൽ ബ്രൗസ് ബട്ടണിൽ ഫയൽ നെയിം ടൈപ്പ് ചെയ്തതിന് ശേഷം save ബട്ടൺ. Okay, after that open a document. Again click on file tab, then open browse button, then the open window will open. അതായത് ഓപ്പണിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. ആൻഡ് there we can see the saved files അല്ലേ. സേവ് ചെയ്ത് വെച്ച ഫയലുകളെ കാണാം. Select the name of your file and click open. ഓക്കെ, ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പൺ വിൻഡോ, അതായത് സേവ് ചെയ്ത് വെച്ച വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ, സന ഓപ്പൺ ചെയ്തത് ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ആണ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് സന ഓപ്പൺ ചെയ്തത്. സന ഓപ്പൺ ഹർ ഫയൽ അല്ലേ. സന അവളുടെ ഫയൽ ഓപ്പൺ ചെയ്തു. ലിറ്റിൽ തിങ്സ് സ്റ്റോർഡ് ഇൻ ദി ഡോക്യുമെൻറ്റ്സ് ഫോൾഡർ. ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിലാണ് അത് അവൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. Click on the file tab, select open command. Now the open pan will appear in backstage view. Click on the browse button. The open dialog box appears. Then select Little Things poem from the documents folder. Then click on open button. Okay, Sana അവളുടെ ഡോക്യുമെന്റ് സേവ് ചെയ്യുകയും അത് ഓപ്പൺ ചെയ്യുകയും ചെയ്തു. Did you understand? Okay, save through this. അതായത് നമുക്ക് സേവ് ഫയൽ ടാബിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യാം. ആൻഡ് ഓൾസോ വി ക്യാൻ യൂസ് അനദർ ഷോർട്ട് കട്ട്. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് എ കീബോർഡ് ഷോർട്ട് കട്ട്. എന്താണ് കീബോർഡ് ഷോർട്ട് കട്ട്? എന്താണ്?
CTRL. This is a key. This is a key. Control key. CTRL plus S. Save in the S. Yes. Control plus S ആണ് കേട്ടോ. അതായത് കൺട്രോൾ എസും ഒന്നിച്ച് പ്രസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യും? സേവിൻ്റെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യും. ദെൻ give the file name and click on save button. ഓക്കെ. ഇങ്ങനെ നമുക്ക് സേവ് ചെയ്യാം. ഇത് ഷോർട്ട് കട്ടാണ്. ഫയൽ ടാബിൽ പോകണ്ട, അവിടെ പോയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദെൻ ഓൺലി പ്രസ് ഓൺ ദി control plus S. Okay, what is the short key for save? Control plus S. Control plus S. And then open has also a short key. Can you guess? That is control plus O. Control plus O. That is CTRL plus O. Open the shortcut ആണ്. എന്താണ്? Control plus O. Don't forget. Okay. Control plus S save. Control plus O open. Okay. Open ചെയ്യാൻ നമുക്ക് ഫയൽ ടാബിൽ പോവാം. ഓപ്പണിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്രൗസ് ബട്ടണിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. And another way, and the shortcut is that click on or press Control plus O on the keyboard. Control plus O press ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പൺ ചെയ്യാം. ഓക്കെ. The next one, pin a document. Pin a document. How to pin a document in Word? That's we want to discuss. Okay. Sana used to pin a document to take quick and easier way to open the favorite file. Sana used to pin a document to take quick and easier way to open the favorite file. Okay. To open her favorite file, Sana always pin her document. To open her favorite file, Sana always pin her document. For quick access. അതായത് പെട്ടെന്ന് ലഭിക്കാൻ, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്വിക്ക് ആൻഡ് ഈസിയർ വേ ടു ഓപ്പൺ. അതായത് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ, അതായത് നമ്മുടെ ഫയലുകളെ പെട്ടെന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് പിൻ ചെയ്ത് വെക്കാം, സൂക്ഷിച്ച് വെക്കാം. പെട്ടെന്ന് കിട്ടാവുന്ന രീതിയിൽ പിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പിൻ എ ഡോക്യുമെന്റ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ബൈ ഡൂയിങ് സോ the document always remains on the recent documents list until you remove it. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, പിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഓൾവേസ് സ്റ്റാൻഡ് ദർ വേർ ദി റീസെൻ്റ്ലി ഓപ്പൺ ലിസ്റ്റ്. ഓക്കെ. റീസെൻ്റ് ലിസ്റ്റിൽ എപ്പോഴും അത് ഉണ്ടായിരിക്കും. ബിക്കോസ് സോ വി ക്യാൻ ഓപ്പൺ ഇറ്റ് വെരി ഈസിലി. അല്ലേ? റീസെൻ്റ് ലിസ്റ്റിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിനെ എടുക്കാൻ പറ്റും. അല്ലേ? ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി. ഓക്കെ. ഹൗ ഷീ പിൻ ദാറ്റ് ഡോക്യുമെന്റ്? വാട്ട് ഈസ് ദ സ്റ്റെപ്സ്? ഹിയർ ഷീ അഗൈൻ ക്ലിക്ക് ഓൺ ഫയൽ ടാബ്. ഇവിടെ അവിടെ എന്താ ചെയ്തത്? ഫയൽ ടാബിലാണ് ക്ലിക്ക് ചെയ്തത്. ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്തു. ദെൻ ഓപ്പണിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ. ഓപ്പണിലാണ് ക്ലിക്ക് ചെയ്തത്. പിൻ ടു ഡോക്യുമെന്റിന് അവിടെ ഓപ്പൺ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്തത്. ഫയൽ ടാബിലെ ഓപ്പൺ ഓപ്ഷൻ. ഓക്കെ. ക്ലിക്ക് ഓൺ ദി ഫയൽ ടാബ്, ദെൻ ഓപ്പൺ ഓപ്ഷൻ, ദെൻ ക്ലിക്ക് ഓൺ പിൻ ദിസ് ഐറ്റം. അവിടെ പിൻ ദിസ് ഐറ്റം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിൻ ദിസ് ഐറ്റം. ഓക്കെ. പിൻ ദിസ് ഐറ്റം ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ദർ ഇസ് ദ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ. ലിസൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് 34th പേജ്, 34ാമത്തെ പേജിലെ ഏറ്റവും മുകളിൽ പിൻ എ ഡോക്യുമെന്റ് ഐക്കൺ കണ്ടുണ്ടോ? ദാറ്റ് ഈസ് എ പിൻ ബട്ടൺ. ഒരു പിൻ ചിത്രം കാണാം. പിൻ എ ഡോക്യുമെന്റ് ഐക്കൺ അല്ലേ? അതായത് റീസെൻ്റ്ലി ലിറ്റിൽ തിങ്സ് എന്നുള്ളത് സനയുടെ പോയാണ്. ആൻഡ് അതിന് നേരെ ഒരു പിന്ന് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് അത് പിൻ ചെയ്ത് വെച്ചതാണ്.
ഓക്കെ, പെട്ടെന്ന് കിട്ടാൻ വേണ്ടി. ആൻഡ് ദാറ്റ് ഈസ് ദ പിൻ ഓപ്ഷൻ. പിൻ ഓപ്ഷൻ നമുക്ക് പിൻ ചെയ്ത് വെക്കാം. അതുപോലെ നമുക്ക് മൊബൈലിൽ നമുക്ക് പിൻ ചെയ്ത് വെക്കാം പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി അല്ലേ. അതുപോലെ ഇവിടെ നമുക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് റീസെൻറ്റ് ലിസ്റ്റിൽ പിൻ ചെയ്ത് സൂക്ഷിക്കാം. അതിന് നമ്മൾ ഫയൽ ടാബിൽ ഓപ്പണിൽ പിൻ ദിസ് ഐറ്റം എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പിൻ ചെയ്യാനും പഠിച്ചു അല്ലേ. ഓക്കെ, once again നമ്മൾ ഡിസ്കസ് ചെയ്തത് how to save a document, how to open a document, how to pin a document. To save a document, click on file tab, then save option, then browse button, type the file name, then save. അപ്പോൾ നമ്മൾ സേവ് ചെയ്തു. And after that, to open a file, how to open a document, click on file tab, then click on file tab, then click on open option, then browse button, then select your document open. Okay, then pin document. How to pin your document? To pin a document, file tab or click on file tab, click on open option, then pin this item option. Okay, then we also discussed about the two short keys also, control plus S for save and control plus O for open. Okay, then previewing and printing a document, that we want to discuss next. Preview and print. To take printouts of our document. If Sana want to take Saniki Sanada Kavita printed. What she do? ആദ്യം പ്രിൻറ്റ് പ്രിവ്യൂ നോക്കണം അല്ലേ, എന്നാലേ അത് ക്ലിയർ ആണോ, പേപ്പർ വെച്ചത് ക്ലിയർ ആണോ എല്ലാം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ പ്രിൻറ്റ് പ്രിവ്യൂ നോക്കണം അല്ലേ. അതിനാണ് പ്രിൻറ്റ് പ്രിവ്യൂ ഓപ്ഷൻ. അപ്പോൾ എങ്ങനെയാണ് പ്രിവ്യൂ ആൻഡ് പ്രിൻറ്റ് യൂസ് ചെയ്യുന്നത്? സന ഫിനിഷ്ഡ് ഹെർ വർക്ക്. സന അവളുടെ വർക്ക് ഫിനിഷ് ചെയ്തു. ഷീ വാണ്ടഡ് ടു പ്രിവ്യൂ ആൻഡ് പ്രിൻറ്റ് ദ ഡോക്യുമെൻറ്റ്. ഓക്കെ, ഹൗ ടു പ്രിൻറ്റ്? ലെറ്റ് us check the steps. Click on the file tab. Here also for print also. Print. നാലാമത്തെ ഓപ്ഷൻ പ്രിന്റ്. ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യാം. ഫയൽ ടാബ്. ഫയൽ ടാബിലാണ് എന്തുള്ളത്? പ്രിന്റ് ഓപ്ഷൻ അല്ലേ. പ്രിന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ദാറ്റ്സ് ഓൾ. പ്രിന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ദ പ്രിന്റ് ഡയലോഗ് ബോക്സ് വിൽ ഓപ്പൺ. പ്രിന്റ് ഡയലോഗ് ബോക്സ് വിൽ ഓപ്പൺ. ദെൻ if you want to print, click on print button അല്ലേ. നിങ്ങൾക്ക് പെട്ടെന്ന് പ്രിന്റ് എടുക്കണമെങ്കിൽ പ്രിന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓർ check your datas or document in print preview by using preview അല്ലേ. Before printing a document, Sana needs to preview its contents so that she can correct any text or layout errors. Print preview also appears on the right side of the backstage view. Print preview also appears on the right side of the backstage view. Right side light നമുക്ക് backstage view ന്റെ right side light നമുക്ക് print preview കാണാൻ പറ്റും. കണ്ടോ? There is the pictorial representation. Print button is there. Print preview is there. Listen. അപ്പോൾ ഓരോ ബട്ടൺസും നന്നായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് each option also there is pin a document icon. Pin a document icon എങ്ങനെയാണ്? that's like a pin അല്ലേ. and the print button. okay, that is previewing a document, previewing and printing on a document. okay, in this chapter we discussed about save, open
pin and print and preview a document. Save, used to save document. Open, used to open the document. Then pin a document is used to pin your documents. Then print, before taking any printouts you may or you want to check the preview. Okay, then control S, control O. Control S is the short key for save and the control O is the short key for open. And next control plus P. എന്തിൻ്റെ ഷോർട്ട് കീ ആണ്? കൺട്രോൾ പ്ലസ് പി. പ്രിന്റ് പ്രിന്റ് ചെയ്യാൻ നമുക്ക് കീബോർഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, കീബോർഡ് ഷോർട്ട് കട്ട് ഈസ് കൺട്രോൾ പ്ലസ് പി. If you need the short forms, you may write this. Okay. Okay, all of you read this very well. That is our third lessons. Some simple topics of save, open, pin, print and preview and its shortcuts. All of you listen, all of you study these shortcuts very well. Want to write these shortcuts, that is control plus S or save equal control plus or hyphen ittittu control plus S, open control plus O, print control plus P. That you want to write 5 times in your notebook. ഈ ഷോർട്ട് കീകൾ 5 പ്രാവശ്യം നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക and want to study also. Okay. Okay, thank you. Now our time is over. See you again next class. Thank you.